പീരുമേട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവചനാതീതമാണ്. കഴിഞ്ഞ 2 തവണയും പരാജയപ്പെട്ട UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ് ഇത്തവണ വിജയമുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. എന്നാൽ തോട്ടം മേഖലയിൽ ആധിപത്യം നിലനിർത്താമെന്നാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ. തോട്ടം പ്രതിസന്ധിക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പാണ് NDA വോട്ടർമാർക്ക് നൽകുന്നത്. തേയിലത്തോട്ടം മേഖലയും വിനോദസഞ്ചാര മേഖലയും ഒരുമിക്കുന്ന പീരുമേട് തിരഞ്ഞെടുപ്പ് ആവേശത്തിലാണ്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് 3 മുന്നണി സ്ഥാനാർത്ഥികളും. കഴിഞ്ഞ 20 വർഷമായി ഇടതുപക്ഷത്തിനൊപ്പമാണ് പീരുമേട് നിയോജക മണ്ഡലം. ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി K. സലീംകുമാർ. വലിയ ആവേശത്തോടു കൂടിയാണ് വോട്ടർമാർ എന്നെ സ്വീകരിച്ചിട്ടുള്ളത്. വോട്ടർമാർ, വീട്ടമ്മമാർ, അതുപോലെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങളടക്കമുള്ള ആളുകൾ എന്നെ സ്വീകരിക്കുവാനും എന്നെ അനുഗ്രഹിക്കുവാനും വേണ്ടി എല്ലാ കേന്ദ്രങ്ങളിലും തടിച്ചുകൂടുകയാണ്. വലിയ ശുഭപ്രതീക്ഷയല്ല, വലിയ വിജയമാണ് ഇവിടെ കൈവരിക്കാൻ പോകുന്നത്. 2 പതിറ്റാണ്ട് മുമ്പ് UDFന് കൈമോശം വന്ന മണ്ഡലമാണ് പീരുമേട്. എന്നാൽ ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസ്. വലിയ ആത്മവിശ്വാസത്തിലാണ് പീരുമേട് നിയോജകമണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും പ്രവർത്തകരും. വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ കഴിയും. തൊഴിലാളികളും അതുപോലെ തന്നെ കർഷകരും സാധാരണക്കാരും അടക്കമുള്ള വലിയൊരു ജനവിഭാഗമാണ് ഞങ്ങളുടെ ഈ യോഗങ്ങളിൽ കടന്നു വരികയും എനിക്ക് വലിയ സ്വീകരണം തരുന്നു. അത് ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പീരുമേട് തോട്ടം മേഖലയിൽ കരുത്തു തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് NDA. ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെക്കാനാകുമെന്നാണ് NDA സ്ഥാനാർത്ഥിയും BJPയുടെ യുവ നേതാവുമായ VS രതീഷിന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും വളരെ നല്ല പ്രതീക്ഷയിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ക്യാമ്പ് തന്നെ മുൻപോട്ട് പോകുന്നത്. ഇവിടെ ഒരു വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. കേരളത്തിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പരിവർത്തനത്തിന് NDA നേതൃത്വം കൊടുക്കുന്നുണ്ട്. ആ രാഷ്ട്രീയ പരിവർത്തനം, ആ മാറ്റം സ്വാഭാവികമായി പീരുമേട്ടിലും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ മുൻപോട്ട് പോകുന്നത്. 20 വർഷം മുമ്പത്തെ പരാജയത്തിന് പകരം വീട്ടാൻ UDF, മണ്ഡലം നിലനിർത്താൻ LDF, കരുത്തുകാട്ടാൻ NDA. പീരുമേട്ടിലെ തിരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാണ്. പീരുമേട്ടിൽ നിന്നും ക്യാമറാമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്.